ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ നമ്മുടെ എല്ലാ ആദിവ്യാധികളെയും നശിപ്പിക്കുന്നു ഭഗവതിയെ ഹൃദയത്തിൽ ധ്യാനിച്ചാൽ എന്ന് പറഞ്ഞു വെച്ചു. ഇനി നമ്മൾ 21ാമത്തെ ശ്ലോകമാണ്. മംഗളാചരണം ചൊല്ലാം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. 21ാമത്തെ ശ്ലോകം. തടില്ലേഖ തന്വീ തവന ശശിവൈശ്വാനരമയീ നിഷണ്ണാഷണ്ണാമാപ്യുപരി കമലാനാ തവ കലാ മഹാപത്മാടവ്യാം മൃദിതമലമായേന മനസാ മഹാന്ത പശ്യന്തോ ദദതി പരമാഹ്ലാദലഹരീ. പദച്ഛേദം ചെയ്യാം. തടില്ലേഖ തന്വീ തപന ശശി വൈശ്വാനരമയീ നിഷണ്ണാം ഷണ്ണാം അപി ഉപരി കമലാനാം തവ കലാം മഹാപത്മാടവ്യാം മൃദിതമലമായേന മനസാ മഹാന്തഃ പശ്യന്തഃ ദദതി പരമാഹ്ലാദലഹരീ. പദാർത്ഥം പറയാം. തടില്ലേഖ തന്വീ മിന്നൽ കൊടി പോലെ അതികൃശയായി തപന ശശി വൈശ്വാനരമായി സൂര്യചന്ദ്ര അഗ്നിരൂപയായി ഷണ്ണാം കമലാനാം അപി കമലസ്വരൂപങ്ങളായ മൂലാധാരാദി 6 ചക്രങ്ങളുടെയും ഉപരി മേൽഭാഗത്തിൽ മഹാപത്മാടവ്യ സഹസ്രദള കമലമാകുന്ന മഹാപത്മവനത്തിൽ സഹസ്രദള പത്മത്തിൻ്റെ കർണികയിൽ നിന്ന് സാരം. നമ്മൾക്കറിയാം ഷഡാധാരങ്ങൾ ചക്രങ്ങളെയൊക്കെ നമ്മൾ കണ്ടതാണ് മുന്നുള്ള ശ്ലോകത്തിൽ. മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ളത്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. അങ്ങനെയുള്ള സഹസ്രാര പത്മത്തിൽ ഇരിക്കുന്ന നിഷണ്ണാം ഇരിക്കുന്നതായ തവ നിന്തിരുവടി അമ്മയെ കലാം സാദാഖ്യകലയെ മൃദിതമലമായേന നശിപ്പിക്കപ്പെട്ട പാപമോഹാദികളോടുകൂടി, അതായത് നമ്മുടെ എല്ലാ പാപങ്ങളും മോഹങ്ങളും, അതായത് കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങളൊക്കെ അതൊക്കെ നശിപ്പിക്കപ്പെട്ട സർവ്വപാപങ്ങളെയും നശിപ്പിക്കപ്പെടും ദേവിയെ ധ്യാനിച്ചാൽ എന്ന് പറയുന്നു. മനസ്സുകൊണ്ട് പശ്യന്ത കാണുന്നവരായ ഭഗവതിയെ കാണുന്നവരായ മഹാന്തഃ മഹാന്മാരായ യോഗീശ്വരന്മാർ പരമാഹ്ലാദലഹരി അളവറ്റതായ പരമാനന്ദ പ്രവാഹത്തെ അനുഭവിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. നമ്മൾക്കും ഭഗവതിയെ ധ്യാനിച്ചാൽ ഭഗവതിയെ മുഖം ഷഡാചാര ചക്രങ്ങളിലൂടെ നമ്മൾ പറഞ്ഞു മുമ്പേ മൂലാധാര ചക്രത്തിൽ 3 ചുറ്റുള്ള സർപ്പാകൃതിയിൽ ഭഗവതി വിശ്രമിക്കുന്നുണ്ട്. അവിടുന്ന് 6 ചക്രങ്ങളെയും ഭേദിച്ച് സഹസ്രാരത്തിലെത്തും. എന്നിട്ട് അവിടുന്ന് ഭഗവാനുമായി ക്രീഡിക്കും. എന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് വന്ന് മൂലാധാരത്തിൽ വിശ്രമിക്കും എന്ന് നമ്മൾ മുമ്പേ ശ്ലോകങ്ങളിലൊക്കെ കണ്ടതാണ്. അങ്ങനെയുള്ള മഹാദേവിയെ ഈ നമ്മുടെ പാപസമൂഹങ്ങളെല്ലാം തീർക്കുന്ന പറയുന്ന മഹാദേവിയെ ധ്യാനിച്ചാൽ. അപ്പോൾ നമ്മളിപ്പം നവരാത്രി കഴിഞ്ഞതിന് തിന്മയിൽ നിന്ന് തിന്മയൊക്കെ അടിച്ചോടിച്ചുകൊണ്ട് നന്മയെ വശത്താക്കാനുള്ള
ഒരു മഹാപുണ്യമായ ഒരു നവരാത്രി കാലമാണ്. ദേവിയെ ഉപാസിക്കുന്ന കാലമാണ് നവരാത്രി എന്ന് പറയുന്നത്. അവിടെ എപ്പോഴും ഇതിനു വേണ്ടി നമ്മൾ എല്ലാവരും നമ്മുടെ ഭാരതീയർ മുഴുവനായിട്ടും നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് നമ്മുടെ നവരാത്രി ഉത്സവം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പാപസമൂഹങ്ങളെയൊക്കെ ഇല്ലാതാക്കിയിട്ട് ആ യോഗികൾ പരമാനന്ദത്തെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞത്. സാരം: അല്ലയോ ഭഗവതി, മിന്നൽ കൊടി പോലെ അതികൃശയായി തേജോരൂപിണിയായി സൂര്യചന്ദ്രാഗ്നി സ്വരൂപയായി മൂലാധാരം തുടങ്ങിയ ഷഡാധാര പത്മങ്ങളുടെ ഉപരിഭാഗത്തിൽ സഹസ്രദള പത്മം, 1000 ദളങ്ങളുള്ള പത്മമാണത്. നമ്മൾ ഇത് വാട്സപ്പിലൊക്കെ കണ്ടിട്ടുണ്ട്. 12 കൊല്ലമൊക്കെ കൂടുമ്പോൾ അത് വിരിയുക. അതങ്ങനെയുള്ള ഒരു പത്മം ഉണ്ട് എന്ന് പറയുന്നു. സഹസ്രദളം, നമ്മുടെ ശിരസിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട് എന്ന് പറയപ്പെടുന്നു. തലച്ചോറിൻ്റെ അകത്ത് ഉപരിഭാഗങ്ങളിൽ സഹസ്രദള പത്മമാകുന്ന മഹാപത്മവനത്തിൽ സ്ഥിതി ചെയ്യുന്ന നെന്തിരുവടിയുടെ സദാഖ്യയായ ബൈന്ദവി കലയെ പാപമോഹാദികൾ നശിപ്പിക്കപ്പെട്ട അന്ധക്കരണം കൊണ്ട് സാക്ഷാത്കരിക്കുന്ന മഹായോഗികൾ എല്ലായ്പ്പോഴും അളവറ്റതായ പരമാനന്ദ പ്രവാഹത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ പാപങ്ങളൊക്കെ ഇല്ലാതാവും. അങ്ങനെയുള്ള മനസ്സുകൊണ്ട് മഹായോഗികൾ പരമാനന്ദത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതും എല്ലാം ഒരേപോലെ തന്നെയാണ്. പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ മനസ്സിലുള്ള പാപക്കറകളൊക്കെ നീക്കി നമ്മളെ മനസ്സിനെ ശുദ്ധമാക്കി, നമ്മുടെ ഭഗവത്ഗീതയൊക്കെ അതാ പറയുന്നത്, കർമ്മയോഗം ചെയ്ത് ഭഗവാനിലെല്ലാം അർപ്പിച്ച് നമ്മുടെ മനസ്സ് ശുദ്ധമായി അതിനുശേഷം നമ്മൾ ഭഗവാനിലേക്ക് ജീവാത്മ പരമാത്മ ഐക്യത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ എല്ലാ തത്വശാസ്ത്രങ്ങളും എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയും ഭഗവതിയെ ധ്യാനിച്ചാലും അതേ ഗുണങ്ങൾ തന്നെ നമ്മൾക്കുണ്ടാവും എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾക്ക് യോഗികളെ പോലെ പരമാനന്ദ പ്രവാഹം അനുഭവിക്കാനുള്ള അവസരമുണ്ടാകും എന്ന് പറഞ്ഞു വെച്ചു. 21ാമത്തെ ശ്ലോകം. കായേന, എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം. കായേന വാച മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതി സ്വഭാവ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.